പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ കാണുന്നത് അഷ്ടസൗഭാഗ്യങ്ങളുടെ മല അഥവാ ഗിരിപ്രഭാഷണ മല എന്നറിയപ്പെടുന്ന കഫർനഹൂമിലെ ഇസ്രായേലിലുള്ള ദേവാലയമാണ്. ഈ ദേവാലയത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് ബെയാറ്റിറ്റ്യൂഡ്സ് അഥവാ അഷ്ട സൗഭാഗ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ നമ്മൾ ദൈവരാജ്യത്തിനു വേണ്ടിയും ദൈവവചനത്തിനു വേണ്ടിയും അതോടൊപ്പം ക്രിസ്തുവിന് വേണ്ടിയും പീഡകൾ ഏൽക്കുകയോ പരിഹസിക്കപ്പെടുകയോ ആരെങ്കിലുമൊക്കെ അപമാനിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഭാഗ്യവാന്മാർ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അപ്രകാരം കർത്താവ് അരുളി ചെയ്ത ഗലീലി കടലിനോട് ചേർന്നു കിടക്കുന്ന തീരത്തുള്ള ദേവാലയമാണ് അഷ്ടസൗഭാഗ്യങ്ങളുടെ ഈ ദേവാലയം. അതുകൊണ്ട് തന്നെയും ചരിത്രപരമായും ബിബ്ലിക്കലായും ഒത്തിരിയേറെ പ്രാധാന്യമുള്ള ഈ പ്രദേശത്ത് നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നതിൽ എനിക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ഈ സിസ്റ്റർ ഒരു ഫ്രാൻസിസ്കൻ സഹോദരിയാണ്. സിസ്റ്റർ ഇറാനിൽ നിന്നാണ്, നിനവെ ഇറാഖിൽ നിന്നാണ്. 15 വർഷമായി അഷ്ടസൗഭാഗ്യങ്ങളുടെ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഇറാഖിലെ നിനവയിൽ നിന്നുള്ള സഹോദരിയാണ് നമ്മോടൊപ്പം ഉള്ളത്. സിസ്റ്റർ ഒന്ന് ഹലോ പറഞ്ഞ എല്ലാവർക്കും. യെസ്, ദൈവത്തിന്റെ സന്തോഷം, സമാധാനം, കർത്താവ് നൽകുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ അഷ്ടസൗഭാഗ്യങ്ങൾ എന്ന നിലയിൽ നമ്മെ അറിയിക്കുമ്പോൾ അത് തീർച്ചയായും ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടത്, മനസ്സിലാക്കേണ്ടത്, അത് ഭാഗ്യം എന്നതുകൊണ്ട് ദൈവാനുഗ്രഹം എന്നാണ് നാം തിരിച്ചറിയേണ്ടത്. മനോഹരമായ ഗലീലി കടൽ തീരത്താണ് അഷ്ടസൗഭാഗ്യങ്ങളുടെ ഈ ദേവാലയം പണി കഴിപ്പിച്ചിരിക്കുന്നത്. കർത്താവ് തന്റെ ശിഷ്യന്മാരോട് അഷ്ടസൗഭാഗ്യങ്ങളെക്കുറിച്ച് ഗിരിപ്രഭാഷണം നടത്തിയ മലമുകളിലുള്ള ദേവാലയത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട്